കേരളത്തിൽ രാഷ്ട്രീയ നുണകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസ്സ് മാറിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് മൊഴിയിലുള്ളത്. അറിയില്ല, അറിയാത്ത കാര്യങ്ങൾ പറയാൻ പറ്റും. നമസ്കാരം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രസകരമായൊരു ഭാവനയുണ്ട്. അദ്ദേഹം ഒരിക്കൽ എഴുതി, എൻ്റെ വലത് ചെവിക്കകത്തുകൂടി നോക്കിയാൽ ഇടത് ചെവിയിലൂടെ മറുവശത്തുള്ള ലോകം ശരിക്കും കാണാം. തലയണ മന്ത്രത്തിൻ്റെ ഉഗ്രൻ ട്രാഫിക് മൂലം സംഭവിച്ചതാണത്. ആഹാ, എത്ര നല്ല രസകരമായ ഭാവന. പിണറായി വിജയൻ്റെ ജാമാതാവായ മുഹമ്മദ് റിയാസിൻ്റെ ദുഃഖങ്ങൾ കണ്ടപ്പോഴാണ് ബഷീറിൻ്റെ ഈ ഭാവനയെ ഓർത്തുപോയത്. മരുമകൻ ആഞ്ഞടിച്ച് കയറി വരികയായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ. അദ്ദേഹം നുണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണത്രേ. പെട്ടെന്ന് പെണ്ണുമ്പിള്ളയുടെ മാസപ്പടിയെപ്പറ്റി ഒരു ചോദ്യം വന്നു. പാവം, നിന്ന് പരുങ്ങുന്നതും വിറളി പിടിക്കുന്നതും നമ്മൾ കണ്ടു. അറിയില്ല, അറിയാത്ത കാര്യങ്ങൾ പറയാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ തലയണ മന്ത്രത്തിന്റെ ബഷീറിയൻ യുക്തി ചിന്തിച്ചു പോകുന്നത്. വിവാഹം കഴിഞ്ഞ് ഇത്ര കാലമായിട്ടും ഭാര്യ ഇത്തരം കാര്യങ്ങളൊന്നും റിയാസിന്റെ ചെവിയിൽ മന്ത്രിക്കാറില്ലേ? ഭാര്യയുടെ കയ്യിൽ ഇത്രയും കാശ് വരുമ്പോൾ സ്വാഭാവികമായും ഭർത്താവ് അന്വേഷിക്കാറില്ലേ? അവരുടെ ജീവിതത്തിൽ ഇക്കാലത്തിനിടയിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടോ? തലയണ മന്ത്രത്തിന്റെ ഉഗ്രൻ ട്രാഫിക് മൂലം ബഷീറിന് സംഭവിച്ചതുപോലെ ബേപ്പൂരിലെ സുൽത്താനായ മുഹമ്മദ് റിയാസിന് സംഭവിച്ചിരുന്നെങ്കിൽ റിയാസിന്റെ വലത് ചെവിക്കകത്ത് കൂടി നോക്കിയാൽ ഇടത് ചെവിയുടെ മറുവശത്തുള്ള ലോകം നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ ബഷീർ പറഞ്ഞ മാതിരി ഒരു ട്രാഫിക് അവിടെ നടക്കുന്നില്ല എന്നാണ് അർത്ഥം. അതായത് തലയണ മന്ത്രം എന്ന ട്രാഫിക്. റിയാസിന് ഈ വിഷയത്തെപ്പറ്റി ഒന്നും അറിയില്ല. എന്നാൽ ചാനൽ ചാവേറുകൾക്കും മറ്റുള്ള സഖാക്കൾക്കും എല്ലാം അറിയാം. അവരെത്ര വീറോടെയാണ് വീണയ്ക്ക് വേണ്ടി ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. കരിമണൽ കമ്പനിക്ക് വീണ തൈക്കണ്ടി കൊടുത്ത സേവനം എന്താണെന്ന് മുഹമ്മദ് റിയാസിന് അറിയത്തേയില്ല. എന്നാൽ അന്തം അനിൽകുമാറിനും അൾട്ടിമേറ്റ് അന്തം അരുൺകുമാറിനും, എന്തിനേറെ ഉണ്ടംപൊരി ചിറ്റപ്പനും ശൈലജ ടീച്ചർക്കും ശ്രീമതിക്കും വരെ ഇതെല്ലാം അറിയാം. ഇങ്ങനെ ഒന്നും അറിയാത്തൊരു ഭർത്താവ് തികഞ്ഞ പരാജയമാണ് ഈ വർത്തമാനകാല സമൂഹത്തിൽ. റിയാസിന് നേരം വെളുത്താൽ വൈകുന്നേരം വരെ വി ഡി സതീശൻ്റെ പിന്നാലെ നടന്ന് നുണയനെന്ന് വിളിക്കാനല്ലാതെ ഒന്നും അറിയില്ല. വന്ന് നുണ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായി മാറി പോലും സതീശൻ. മുഹമ്മദ് റിയാസിന് ആകെ അറിയാവുന്നത് ED വിളിക്കുമ്പോൾ ഭാര്യയെ കൊച്ചിയിലെ ഓഫീസിന് മുമ്പിൽ കൊണ്ട് തട്ടുക. ഒന്നാലോചിച്ചാൽ എന്തൊരു അത്ഭുതമാണ് മുഹമ്മദ് റിയാസ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് മന്ത്രിയായത്. മകളുടെ ഭർത്താവിന് ഏറ്റവും കൂടുതൽ പണമൊഴുകുന്ന ഒരു വകുപ്പിൽ നിയമിച്ച ആ അമ്മായിയച്ഛൻ ആരാണപ്പോൾ? ഏതെങ്കിലും കോൺഗ്രസ് മന്ത്രിസഭയുടെ കാലത്താണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സണ്ണിച്ചായൻ അളിയനെ പേഴ്സണൽ സ്റ്റാഫിൽ എടുത്തപ്പോൾ തന്നെ എന്തൊരു ബഹളമായിരുന്നു. അത് ബന്ധു നിയമനത്തിൻ്റെ പരിധിയിൽ വരുമത്രേ. അപ്പോൾ ഈ മരുമകൻ ബന്ധുവല്ലേ മാർക്സിസ്റ്റുകാരെ? സത്യത്തിൽ സ്വതന്ത്രമായി സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിൽ നടത്താൻ പോലും കഴിയാത്ത തരത്തിലായ റിയാസിൻ്റെ ഭാവി. താങ്കൾ എത്ര സത്യസന്ധനാണെന്ന് ഭാവിച്ചാലും ഭാര്യയുടെ ഈ മാസപ്പടി ജീവിതകാലം മുഴുവൻ താങ്കളുടെ തലയ്ക്ക് മീതെ തൂങ്ങും. ഇത്രമാത്രം ജീർണിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടായി കാണില്ല ഇത്ര പെട്ടെന്ന്. ഒരു 10-20 വർഷം കൊണ്ടൊക്കെ ഒരു പക്ഷേ പിഴച്ചു പോയെന്നിരിക്കും തുടർഭരണത്തിൽ. ഇത് വെറും 5 വർഷം അധികാരത്തിൽ ഇരുന്നതേ ഉള്ളൂ. പാർട്ടി ശരീരമാകെ ജീർണിച്ചു പോയി, പ്രസ്ഥാനത്തിന് ആത്മാവില്ലാതായി. റിയാസ് ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിലെ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകളെയാണ് ഇതുപോലെ നിരന്തരം ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു അന്നത്തെ അവസ്ഥ? ഒരു നേതാവിൻ്റെ ചോറുണ്ട് കഴിയുന്ന കമ്മിവർഗങ്ങൾക്ക് മിണ്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്നുവരെ ഈ തെമ്മാടിത്തത്തിനെതിരെ? ഇന്നലെ രസകരമായൊരു സമരം നടത്തി CPM. സകല വീടുകളിലെയും ലൈറ്റും ഫാനും അണച്ച് അവർ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. എന്നിട്ട് തെരുവ് വിളക്കിൻ്റെ വെളിച്ചത്തിൽ മൈക്കിലൂടെ പ്രസംഗിച്ചുകൊണ്ട് അന്ധകാരത്തിനെതിരെ സംസാരിച്ചു. ഭാര്യയുടെ മാസപ്പടിക്കാര്യം ചോദിച്ചപ്പോൾ അറിയില്ല, അറിയാത്ത കാര്യം എങ്ങനെ സംസാരിക്കും എന്നായി. അപ്പോൾ ശരിക്കും ന്യായീകരണ തൊഴിലാളികളും ക്യാപ്സൂൾ വിഴുങ്ങുകളും ആരായി? ഉപയോഗിക്കുന്ന 4 സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? പവർ ബിൽഡർ, MS ഓഫീസ്, ഔട്ട്ലുക്ക്, ടാലി. ഇതിന്റെ സംശയമുണ്ടോ? വെറുതെയാണോ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിലുള്ള ലേഖനം വന്നപ്പോൾ പത്രമിറക്കാതെ ദേശാഭിമാനി ഒളിപ്പിച്ചു വെച്ചത്? ലോകത്തുള്ള എന്തെല്ലാം കാര്യങ്ങളെപ്പറ്റിയാണ് ഈ റിയാസ് മാധ്യമങ്ങളോട് പ്രതികരിക്കാറുള്ളത്. ആമസോണിലെ പുക വരെ മരുമകൻ പറയും. ഗാസയിലെ പ്രശ്നങ്ങളിലും ഇസ്രായേലിൻ്റെ തെമ്മാടിത്തരങ്ങളെപ്പറ്റിയും പറയും. ആകാശത്തിന് കീഴെയും ഭൂമി മലയാളത്തിനുമുള്ള സകലതിനെപ്പറ്റിയും അറിയാം. നാടു നീളെ നടന്ന് പ്രസംഗിക്കുകയും ചെയ്തു. മുൻപൊരിക്കൽ വീണ തൈക്കണ്ടിയുടെ ബിസിനസ്സിനെ പറ്റിയും മാസപ്പടിയെപ്പറ്റിയും ചോദിച്ചപ്പോൾ ഈ റിയാസ് പറഞ്ഞ ഒരു ഉത്തരമുണ്ട്. എല്ലാം പാർട്ടി സെക്രട്ടറി പറയും അത്രേ.
ഭാര്യ മേടിച്ച മാസപ്പടി ആർക്കൊക്കെ വീതിച്ചു എന്നുകൂടി അന്വേഷിക്കുന്നുണ്ട് ED. പുത്തനെടുപ്പും ഷർട്ടും വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് മണവാളന്റെ പേരിൽ വല്ല കാശും ഇട്ടു തന്നിട്ടുണ്ടെങ്കിൽ അതിനും മറുപടി പറയേണ്ടി വരും റിയാസ്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ കമ്മ്യൂണിസം കരിമണൽ കർത്തായുടെ മാസപ്പടിയിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞു. EDയെ ആക്രമിച്ച കേസിൽ അകത്ത് കിടന്ന് നരകിക്കുന്ന പാവം പിടിച്ച സഖാക്കളുണ്ടല്ലോ, റിയാസ് അവരെ പോയി ഒന്ന് കാണാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം. ഭർത്താവിന് പോലും ഒന്നും അറിയാത്ത കാര്യത്തിലാണ് ആ പാവങ്ങൾ ഈ അക്രമത്തിനും അതിക്രമങ്ങൾക്കും മുതിർന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് അത്ഭുതം. മെയിൻറ്റെയിൻ ചെയ്യാനാണോ ഒരു കമ്പനിയായിട്ട് 1.25 കോടിയുടെ കരാറുണ്ടാക്കുന്നത്? ഇത് തന്നെയാണ് ഈ അരുൺകുമാർ കാര്യമുണ്ടോ? ഒരു വാശിക്ക് കിണറ്റിൽ ചാടിയാൽ 7 വാശിക്ക് കരകയറാൻ കഴിയില്ല എന്ന് ഇനിയെങ്കിലും ഇത്തരം കമ്മിക്കൂട്ടങ്ങൾ ചിന്തിക്കണം.